നിങ്ങളൊക്കെ ഇവിടെ ഒത്തുകൂടാൻ പറഞ്ഞത് ഒരു സുപ്രധാന കാര്യം ചർച്ച ചെയ്യാനാ. ഇത് വിജയ്, അന്താരാഷ്ട്ര ബിസിനസ് രംഗത്തെ പ്രധാന കണ്ണി. ഇയാളെയാണ് നാം ആദ്യത്തെ ഹിറ്റ് ലിസ്റ്റിൽ പെടുത്തിയിട്ടുള്ളത്. ഇയാളെ തട്ടുന്നതിന് മുമ്പ് ഇയാളുടെ ശക്തികേന്ദ്രങ്ങളെ നമ്മൾ അറിയണം. നമ്പർ 1, SP രാജൻ. സമ്പന്നൻ, അധികാര കേന്ദ്രങ്ങളിൽ ആഴത്തിൽ വേരുകളുള്ളയാൾ. ഇയാൾ വിജയുടെ അടുത്ത സുഹൃത്താണ്, നിയമപരമായ ഉപദേഷ്ടാവും. ഇന്ത്യയിൽ വിജയ് വന്നാൽ കൂടെ സെക്യൂരിറ്റിയും ഇയാളാണ്. നമ്പർ 2, ഡോക്ടർ പ്രമോദ്. മനുഷ്യ ശരീരത്തിലെ എല്ലുകൾ അത്രയും മാറ്റി ഫൈബർ ബോൺ വെച്ചുപിടിപ്പിക്കാൻ കഴിവുള്ളയാൾ. വിജയുടെ പേഴ്സണൽ ഡോക്ടറും കൂടെ പഠിച്ചയാളുമാണ്. ഏതോ ആരോഗ്യപരമായ രഹസ്യം വിജയ് കൊണ്ടുനടക്കുന്ന തെളിവുകളുണ്ട്. നമ്പർ 3, അഡ്വക്കേറ്റ് ഭാസ്കർ. MG റോഡിൽ വെച്ച് പട്ടാപ്പകൽ ജനം നോക്കി നിൽക്കെ കൊല ചെയ്താൽ പോലും ഇദ്ദേഹത്തിന്റെ സഹായമുണ്ടെങ്കിൽ രക്ഷപ്പെടാം. പക്ഷേ തിന്മയ്ക്ക് ഇദ്ദേഹം കൂട്ടുനിൽക്കില്ല. നമ്പർ 4, നീന വിശ്വനാഥ്. അമേരിക്കയിൽ സ്ഥിരതാമസം. ഇടയ്ക്ക് ഇന്ത്യയിൽ വരും. ഇവൾ വിജയുടെ കാമുകിയാണ്. ഉടനെ വിവാഹിതരാവാൻ സാധ്യതയുണ്ട്. അതിനു മുമ്പ് നമ്മുടെ ഓപ്പറേഷൻ തീർന്നിരിക്കണം. ഇവരുടെ ചരിത്രവും കുടുംബശാസ്ത്രവും നമ്മൾ എന്തിനറിയണം? പ്ലാൻ എന്തെന്ന് പറയാം. ഇപ്പോൾ വിജയ് ഇന്ത്യയിലുണ്ട്, ഇവിടെയുണ്ട്. കാണിച്ചു തരാം. ജസ്റ്റ് വെയിറ്റ്. ഇയാൾ നമ്മുടെ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടെന്ന് പറയുന്നു, പിടിച്ച് മുന്നിൽ കൊണ്ടുവരുന്നു. ഞങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല. അവിടെയാണ് എന്റെ ഓപ്പറേഷന്റെ സ്റ്റൈൽ. ഇവൻ മട്ടാഞ്ചേരിക്കാരൻ പ്രഭാകരൻ എന്ന പ്രഭു. നാട്ടിൽ കൂലിത്തല്ലി തല്ലിയും ആളുകളെ വിരട്ടിയും ജീവിക്കുന്നവൻ. 420, കൊലപാതകം, രാജ്യദ്രോഹം തുടങ്ങിയ കേസുകളിൽ CBI തിരയുന്നവൻ. ഇവനെ എനിക്ക് സംരക്ഷിക്കണം. വിജയനെ മാറ്റി അവിടെ ഇവനെ പ്രതിഷ്ഠിക്കണം. രാജൻ ചേരികുണ്ട ചൂടിൽ മന്നൻ അങ്ങാടിക്കില്ലാടി മായൻ ചൂളയിൽ ദാദാ ചൂടിൽ മന്നൻ അറുകാലൻ മമ്മൂനിക്ക എറുകാലി പെണ്ണമ്മച്ചി മരമണ്ടൻ അപ്പുക്കിളി പ്രഭു ഞാനും ചൊല്ലുന്നിതാ മാറ്റൊരു ബോട്ടിൽ താ എനിക്കായിനി തീറ്റിയും കൊണ്ടേവാ പാട്ടീസ് കോരിക്ക എനിക്കായിനി കോഴിയെ ചുട്ടേതാ ഭണ്ഡാര കിണ്ടാറ രാജൻ ചേരിയിൽ കുണ്ട ചൂടിൽ മന്നൻ
മന്നൻ. പൊങ്ങാനായി ഞാനും കൊതിച്ചവനല്ലോ, മതിച്ചു മണ്ണിൽ വാഴാനായി വിധിച്ചവനല്ലോ. പടയപ്പയെപ്പോൾ ചേരി പട നയിച്ചിടാൻ, പ്രഭുവിനെ പോൽ ജീവിക്കാൻ പടച്ചു വിട്ടോ ഞാൻ. വിദ്യയ്ക്കു മുന്നിൽ കേറണം, ഇനി വിരിമാറു കാട്ടി പോകണം. പുത്തൻ വിദ്വാനായി മുന്നിൽ വാഴണം, വിത്തം ചൊരിമാരിയാക്കി തൂവണം. ഇതുകാലം കാട്ടുന്ന കോലം തന്നല്ലേ ചൊല്ലു കത്രീനോ. കണ്ടാറ കിണ്ടാറ രാജൻ, ചേരിയിൽ ഗുണ്ടാ, ചൂടിൽ മന്നൻ. അങ്ങാടിക്കില്ലാടി മായൻ, ചൂളയിൽ ദാദാ, ചൂടിൽ മന്നൻ. അറുകാലൻ മമ്മൂനിക്ക, എറുകാലി പെണ്ണമ്മച്ചി, മരമണ്ടൻ അപ്പുക്കിളി, പ്രഭു ഞാനും ചൊല്ലുന്നിതാ. പാറ്റൊരു ബോട്ടിൽ താ, എനിക്കായിനി തീറ്റിയും കൊണ്ടേവാ. പാട്ടീസ് കോരിത്താ, എനിക്കായിനി കോഴിയെ ചുട്ടേതാ. പാറ്റൊരു ബോട്ടിൽ താ, എനിക്കായിനി തീറ്റിയും കൊണ്ടേവാ. പാറ്റൊരു ബോട്ടിൽ താ, എനിക്കായിനി തീറ്റിയും കൊണ്ടേവാ. പാറ്റൊരു ബോട്ടിൽ താ, എനിക്കായിനി തീറ്റിയും കൊണ്ടേവാ. പാട്ടീസ് കോരിത്താ, എനിക്കായിനി കോഴിയെ ചുട്ടേതാ. വേണ്ട, ഇത് ക്രമസമാധാന പ്രശ്നമാണ്. പോലീസ് നോക്കിക്കൊള്ളാം. മുമ്പൊക്കെയോ ഗുണ്ട പോലീസിനോട് അവന്റെ കളി.
ഇറ്റ്സ് ഓക്കെ. നിന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. വാ പോകാം. അതവിടെ വെക്കേ, വന്ന കാര്യം പറ. ഡോക്ടറെ, വെറുതെ നടക്കുമ്പോ കൈ ഒന്നുളുക്കി. വെറുതെ നടക്കുമ്പോ കൈ ഉളുക്കേ? അതെ, എല്ലിന് തകരാറുണ്ടാവില്ല, എന്നാലും ഒന്ന് നോക്കാമെന്ന് കരുതി. കിടപ്പിലായ മാസം 3-4 രൂപ നട്ടു ആവേ. ഞാനേ പുറത്തേക്ക് സ്കാനിങ്ങിന് എഴുതാം. വേദനയ്ക്ക് ഒരു ഇഞ്ചക്ഷൻ. എനിക്കല്ല, എന്റെ സരസ്വതിക്കാ. സരസ്വതിക്കോ? എവിടെ? അതെ, എന്റെ ഏക വരുമാനം ഓർക്കുക. ഡെയിലി 7 ലിറ്റർ കിട്ടും. ഇതിന്റെ ഡോക്ടർ ഞാനല്ല. അത് കണ്ടപ്പോഴേ തോന്നി. എടിയേ, ഒരു മൂരിയാ എന്റെ ഭാര്യ അമൃതാന്ന. ഞാനൊന്ന് നോക്കട്ടെ. എവിടെ? അവിടെ ഇവിടെ നിൽക്കും, ഞാൻ ഇപ്പൊ വരാം. പറഞ്ഞേ സരസ്. ഇതെന്തത് പുതിയ കണ്ടുപിടുത്തോ? ഉറങ്ങാനുള്ള മരുന്ന് ചേട്ടാ. കന്നുകാലികളാവുമ്പോ മനുഷ്യരെ പോലെ പറഞ്ഞേ കേക്കില്ലല്ലോ. അല്ല, ഈ ഇവളെന്താ ചെയ്യാൻ പോണേ? ഇത് പശുവിന് കൊടുക്ക്. ഞാൻ മരുന്നും ബാൻഡേജും ഒക്കെ എടുത്തോണ്ട് വരാം. രാവിലെ ഒന്നും കഴിക്കാത്ത ഗ്യാസ്. പഴം കൊടുത്ത് പശുവിനെ വശത്താക്കാനായിരിക്കും. തൊലി തിന്നാ മതി. പഴം എനിക്ക്, തൊലി നിനക്ക്. കഴിച്ചോ കഴിച്ചോ. അയ്യോ ചേട്ടാ, ഒന്ന് ഓടി വരണേ. ഇയാള് എന്താടി, പശു കുത്തിയോ? അയ്യോ എന്റെ ഈശ്വരാ, ഞാൻ കൊലക്കുറ്റത്തിന് ജയിലിൽ പോകേണ്ടി വരും. പശുവിന് കൊടുത്ത മരുന്ന് ഇയാള് കഴിച്ചു. വടി പോലെ കിടക്കുന്ന കണ്ടില്ലേ? പിടിച്ചകത്ത് കയറ്റ്. നിന്റെ പരീക്ഷണം കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചു ഇവന്റെ കാര്യം പോക്കാന്നുള്ളൂ. പിടിക്കേ. ഇത് CBI ഓഫീസാണ്, ലോക്കൽ പോലീസ് സ്റ്റേഷനല്ല. നിങ്ങൾ നേതാവായാലും കൊള്ളാം, മന്ത്രിയായാലും കൊള്ളാം, നിങ്ങൾ പറഞ്ഞു എന്ന് കരുതി ഞങ്ങൾക്ക് നേരിട്ടിടപെടാൻ പറ്റത്തില്ല. സാധാരണ പോലീസിന് തെളിയിക്കാൻ പറ്റുന്ന വരട്ടെ, അല്ലെങ്കിൽ ജനകീയ പ്രശ്നം ഉണ്ടാവട്ടെ. CBI ഏറ്റെടുക്കേണ്ടതാണെങ്കിൽ ഞങ്ങൾ ഏറ്റെടുക്കും. താങ്ക് യു. ഭയങ്കര ഹോട്ട് ഡിസ്കഷൻ ആണല്ലോ. കണ്ട പെൺവാണിഭ കേസും അങ്ങാരി നടക്കുന്ന കത്തിക്കൂത്ത് കേസ് വരെ CBI ഏറ്റെടുക്കണമെന്ന് രാഷ്ട്രീയക്കാരുടെ നിലപാട്. അതുപോട്ടെ, താങ്കൾ ആരാ ഇതിലൊക്കെ ഇടപെടാൻ? CBI ഡയറക്ടറാ? സോറി. ലുക്ക് സാർ, ബഹുമാനമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ അത് ജോലി കാണിക്കണം. ഞാൻ സിൻസിയർ ആയ ഒരു CBI ഉദ്യോഗസ്ഥനാണ് സാർ. അതുകൊണ്ട് തന്നെ മാസത്തിൽ ഒരു തവണ സ്ഥലം മാറ്റം ഉണ്ടാവും. താൻ പേടിക്കണ്ട, ഞാൻ ചാർജ് എടുത്തു കഴിഞ്ഞു. ഈ കേസ് തീരാതെ തന്നെ ഞാൻ സ്ഥലം മാറ്റാൻ സമ്മതിക്കില്ല. താങ്ക് യു സർ. പിന്നെ നമ്മുടെ ലക്ഷ്യം പ്രഭു ദ ചീച്ച്. യെസ് സർ. സോറി, എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാവണ്ട, തന്നെ എനിക്ക് മനസ്സിലായി. എന്നെ തട്ടിക്കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാണ്? തട്ടിക്കൊണ്ടുപോവല്ല, അറസ്റ്റ് ചെയ്തിരിക്കും. മോ, ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല. എനിക്കിന്ന് വളരെ പ്രധാനമായ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാനുണ്ട്. നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ പ്രൂവ് ചെയ്യാം. യെസ്, കാര്യം. എനിക്കെവിടെയോ തെറ്റുപറ്റി. വീണ്ടും കാണാം. വണ്ടി എടുക്ക. കടയെത്തി മസിലൊക്കെ ഒന്ന് പിടിച്ചോ. സോറി, ഉച്ചത്തിൽ വായിക്കട്ടെ, നാലാള് കേക്കട്ടെ. 2 പ്ലേറ്റ് അപ്പം, മുട്ടക്കറി, ഡബിൾ സ്ട്രോങ്, 2 ചായ. ഇതുവരെയുള്ള പറ്റും ഇപ്പോഴത്തെ കാശും അഡ്വാൻസ് ആയിട്ട് തന്നാ നീ ചോദിക്കുന്ന ഒക്കെ തരാം. എന്താ പതിവില്ലാത്തൊരു ചോദ്യം? ഇതുവരെ പറ്റിയതൊക്കെ തന്നിട്ടുണ്ടല്ലോ. പ്രഭുവിന്റെ പറ്റില്ല എഴുതടാ. ആരാടാ ഭീമ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? ഒച്ച ഉണ്ടാക്കാതെ ആഹാരം എടുത്തു വെക്കാൻ പറ. എടുത്തു വെക്കണേ. എടാ വാസു, നീ എന്ത് കണ്ടിട്ടാ ഇങ്ങനെ ചാടുന്നേ? ഈ ബ്ലേഡ് വാസു ചാടും പറക്കും.
വാസുവിനെയും പ്രഭുവിനെയും എതിർക്കാൻ വന്ന ഈ കട തന്നെ ഞങ്ങൾ തല്ലി തകർക്കും. ചിലക്കാടാ, നിന്റെ നാക്കരിഞ്ഞാൻ ബജ്ജി ഉണ്ടാക്കും. പ്രഭുവിനെ ഇന്നലെ ബദ്രീന്റെ ആളുകൾ തൂക്കിയിട്ട് പോയി. ഇനി നിന്റെ പ്രഭു ഇവിടെ വരില്ല. നിന്റെ ഒരേ അഭ്യാസം ഇവിടെ നടക്കത്തുമില്ല. എന്ത് അഭ്യാസം നടക്കില്ലെന്ന് ഞങ്ങളുടെ പ്രകടനം ഇപ്പൊ കാണണോ? ഭീമ കാണിച്ചു കൊടുക്ക. മതി മതി, കൂടുതൽ വേണ്ട. അല്ലെങ്കിൽ വേണ്ട, അവൻ പേടിച്ചു പോയാലോ. ഞങ്ങളിപ്പോ പോവാ, പക്ഷെ പേടിച്ചിട്ടൊന്നുമല്ല. തൽക്കാലം ഞങ്ങൾക്ക് വിശക്കുന്നില്ല. അയ്യോ, നമ്മൾ വാടക തരുന്നവരെ സാധ്യ ഉരുപ്പടി വെച്ചോ. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് രാജൻ ചേരിയിൽ Oh my God. എന്നെ പോലെ തന്നെ ഉണ്ടല്ലോ. Hey Arjun! Arjun, stop! Oh. Arjun! Come on! Back! Come on! വാ. നിനക്ക് കുറുമ്പ് കുറച്ച് കൂടുന്നുണ്ട്. Now, breakfast. Your favorite milk? And biryani. Tasty. Come on. Arjun, va, കഴിക്ക്. Yeah, that's like a good boy. നമുക്കൊരു പുതിയ ഗസ്റ്റ് കൂടി വന്നിട്ടുണ്ട്. നിനക്ക് പരിചയപ്പെടണ്ടേ? വാസു, ഡബിൾ സ്ട്രോങ്ങിലൊരു ചായ. ഹലോ ജെന്റിൽമാൻ. എന്താ അത്ഭുതം തോന്നുന്നു അല്ലേ? എനിക്കും ഇന്നലെ നിന്നെ കണ്ടപ്പോ ഇതുപോലെ തന്നെ തോന്നി. ലോകത്ത് ഒരേപോലുള്ള 7 പേരുണ്ടാവും അത്രേ. നമുക്ക് സാവകാശം 7 പേരെയും ഇവിടെ കൊണ്ടുവരാം. ദാ കുടിക്ക്. എന്താ പേര്? പ്രഭു. ലക്ഷങ്ങളുള്ളവനെയാണ് സാധാരണ ലക്ഷപ്രഭു എന്ന് പറയാറ്. കളിയാക്കൊന്നും വേണ്ട, മനസ്സുകൊണ്ട് ഞാൻ ലക്ഷപ്രഭു തന്നെയാ. ഏതായാലും ഇന്നലെ പ്രഭു ചെയ്ത് ശരിയായില്ല.
കുടിച്ച് ലെക്കില്ലാതെ റോഡിലൊക്കെ നടക്കുക. ഞാൻ നിന്റെ മുഖം കണ്ടപ്പോ ഞെട്ടിപ്പോയി. ശരിക്കും എന്റെ ഡ്യൂപ്ലിക്കേറ്റ്. ആരെങ്കിലും തന്നെ കണ്ട് ഞാനാണെന്ന് കരുതിയാലോ? ഇന്നലത്തെ കെട്ടിറങ്ങിയോ? കെട്ടിറങ്ങിയാ കുളിച്ച് താഴേക്ക് വരൂ. നമുക്ക് ഒരുമിച്ചൊന്ന് പുറത്തു പോവാം. എന്നെ പോലെയുള്ള ആളല്ലേ, അപ്പോ എന്നെ പോലെ തന്നെ ജീവിക്കണ്ടേ? ആ പിന്നെ നിനക്ക് വേണ്ട സാധനങ്ങളെല്ലാം ആ മുറിയിലുണ്ട്. അതെ, എന്താ പേര്? അഞ്ജന. മാനോ? വി ഫോർ വിക്ടറി. വിജയ്. ക്രെഡിറ്റ് കാർഡ് എടുക്കോ? ഇല്ല, റേഷൻ കാർഡ് എടുക്കുള്ളൂ. എന്നാ നിലക്കടല നാളെ കാശി ഒന്ന് വാങ്ങിച്ചോളാം. പ്രഭുണ്ണനെ ഇനി എവിടെ പോയി തിരക്കുവോ എന്തോ. ഇനി നമുക്ക് അല്പം റെസ്റ്റ് എടുത്തിട്ടാവാം. ശരിയാ, എനിക്ക് ഒട്ടും നടക്കാനും വയ്യ. ഇതൊന്ന് പിടി, അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഒന്ന് ഇറക്കാം. നല്ലൊരു ജ്യൂസ് കുടിച്ചാലോ? അതിന് കാശ് എവിടെ? കാശ് കിട്ടിയാ കുടിക്കാലോ. നമുക്കിപ്പോ കഷ്ടകാലമായിരിക്കില്ലേ? ജാതകത്തിലുള്ളത് പോലെ എല്ലാം നടക്കും. തലയിലെഴുത്തിന് പെടലി ചൊറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങളെ ആഹാരം കഴിച്ചിട്ട് 24 മണിക്കൂറായി. കൈ നീട്ടിയിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ ഫലം പറയാറില്ലയോ? ഹലോ, അയ്യോ, കഴിയില്ല എന്ന് പറയരുത്, പാവമല്ലേ. കൈരേഖ നോക്കി തലയ്ക്ക് മുകളിൽ ഞാന്ന് കിടക്കുന്ന ഫലം പറഞ്ഞു കൊടുത്താലും. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം. ഇപ്പോ സാമ്പത്തിക പ്രശ്നമുള്ള സമയം അല്ലേ? അതെ അതെ. ധനു, മകരം, കുംഭം, മീനം. ഭാര്യയുമായി വഴക്കാണെന്നോ? കല്യാണം കഴിച്ചിട്ടില്ല. അത് നന്നായി, ഇല്ലെങ്കിൽ ഭാര്യയായിട്ട് എപ്പോഴും വഴക്കായനെ. ഓഹോ. ധനു, മകരം, കുംഭം. മുഖലക്ഷണം കണ്ടാൽ തന്നെ അറിയാം ബുദ്ധി കുറവാണല്ലേ. എങ്ങനെ മനസ്സിലായി? ഇല്ലെങ്കിൽ ഇവിടെ വന്ന് ഇങ്ങനെ കൈനീട്ടില്ലല്ലോ. പ്രശ്നം എന്താ? ഒന്നുമില്ല. മിഥുനം, കർക്കിടകം, ചിങ്ങം. ഈ മാസം 15 മുതൽ പണം വരും, ബുദ്ധി വരും, എല്ലാം മംഗളമാണ്. ഭീമ, കാശ് വാങ്ങിക്കോളൂ. കാശ് വരും. ബാക്കിയൊന്നുമില്ല, വന്ന വഴി തന്നെ തിരിഞ്ഞു നോക്കാതെ പൊക്കോളൂ. തിരിഞ്ഞു നോക്കരുത്, അത് ലക്ഷണക്കേടാണ്. പണം പോയാലും ഫലം അറിഞ്ഞല്ലോ. വിമലേ, തക്കാളി. ഇന്നിങ്ങനെയൊക്കെ സഹായിക്കുന്നുണ്ടെന്ന് വെച്ച് എപ്പോഴും എന്നെ പ്രതീക്ഷിക്കണ്ട. നീനക്കുഞ്ഞ് വന്നാ പിന്നെ സദാസമയം കുഞ്ഞിനോടൊപ്പം കറങ്ങണം. ഒള്ളി തീയെ. ഞാൻ മിലിറ്ററിയിലായിരുന്നപ്പോഴും ഈ കൊഴ തന്നെ, മിലിറ്ററി റിസൈൻ ചെയ്ത് വന്നപ്പോഴും ഈ കൊഴ തന്നെ. റിസൈൻ ചെയ്തതല്ലോ, മാലക്കണ്ണു വന്നപ്പോ പിരിച്ചുവിട്ടതല്ലേ. രണ്ടും ഒന്ന് തന്നെ. മിലിറ്ററി കുഴക്കുന്നത് പോലെ അല്ലാതെ ഇവിടെ ശരിക്കും കുഴകുഴാന്ന് കുഴച്ചാ ദേ കുഞ്ഞ് അമേരിക്കയിലേക്ക് പോകുമ്പോ നമ്മളെയും കൂടെ കൊണ്ടുപോകും. ആ ഒറ്റ ആഗ്രഹത്തിലാ ഈ കുഴ. പിന്നെ കല്യാണം കഴിച്ചിട്ട് ഇത്രയായിട്ടും ശരിക്കും ഒരു മധുവിധം ആഘോഷിച്ചിട്ടില്ല. അമേരിക്കയിൽ പോയിട്ടായിരിക്കും ആ ഭീകര അന്തരീക്ഷം. ഇവിടെ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്നുള്ളത് പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ നമ്മുടെ ജോലി പോകും. അവിവാഹിതയായ പിയെ വേണോന്നാ പറഞ്ഞത്. അങ്ങനെ തന്നെ പറഞ്ഞാ ഇവിടെ ചേർന്നിരിക്കുന്നത്. പിന്നെ 6 മണി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണും കാണത്തില്ല. ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല. കണ്ണിന് കാഴ്ചയില്ലാത്തവരും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്നില്ലേ? ആഹാരം ഞാൻ നേരത്തെ ഉണ്ടാക്കി വെക്കും. നീനെ കുഞ്ഞിന് കൊടുത്തിട്ട് നീ തപോന്ന് എന്റെ മുറിയിലോട്ട് വന്നോണം. അത് നടന്നത് തന്നെ. ഒരു കുഞ്ഞിക്കാല് കാണാൻ നിനക്ക് ആഗ്രഹമില്ലേടി? ഒരു കുഞ്ഞിക്കാല് കാണാൻ നിന്നാലേ ഈ വലിയ കാലും ഔട്ടാവും. വേഗം ആവട്ടെ, സമയായി. ഒരു മാസം എങ്ങനെയെങ്കിലും കുഴച്ചും കുഴയ്ക്കാതെയും തള്ളി നീക്കിയ നീനെ കുഞ്ഞ് തിരികെ പോകുമ്പോ കൂടെ നമുക്കും അമേരിക്കയിൽ പോവാം. അവിടെ എത്തിയ എന്റെ മാലക്കണ്ട പ്രശ്നം തീർന്നു. അതെങ്ങനെ? ഇവിടെ രാത്രിയാവുമ്പോ അവിടെ പകലല്ലേ. നല്ല ബുദ്ധി. വെറുതെ അല്ല മിലിറ്ററിന്ന് പറഞ്ഞയച്ചത്. എന്റെ കുഴ തീർന്നു. നീനെ കുഞ്ഞിപ്പോ എവിടെ എത്തിയിട്ടുണ്ടാവും? ഇപ്പൊ ഫ്ലൈറ്റ് ഇറങ്ങി കാണാം. ഹലോ. എയർപോർട്ടിൽ കാത്തു നിൽക്കാന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചു കളഞ്ഞൂല്ലേ? അതല്ല, എനിക്ക് ഇവിടുന്ന് ഊരി വരാൻ പറ്റാത്തോണ്ടല്ലേ. നീന ഒന്ന് അമ്മ വീട് വരെ പോയിട്ട് വന്നിട്ട് എന്നെ വിളിക്കേ. ഞാൻ അമ്മയുടെ വീട്ടിൽ നിന്ന് തന്നെ വിളിക്കുന്നേ. ഓ, വിജയ്ക്ക് എന്നെ കാണണമെന്നില്ലാത്ത പോലെ. ഞാൻ ഇത്രയും ദൂരം വന്നിട്ടും ഒരു മൈൻഡും ഇല്ല അല്ലേ? എന്താ പറയാ? അതല്ല മോളെ. വേണ്ട, ഇപ്പൊ എന്നെ ഇഷ്ടമല്ലാണ്ടായി. ഞാൻ ഇനി മിണ്ടൂല. നിങ്ങൾ വേറെ ആരുടെയെങ്കിലും കൂടെ പുറത്തോ. ഐ ഡോണ്ട് കെയർ. ബട്ട് ഐ ലവ് യു. ഫോൺ വിളിക്കുന്നു. വേണമെങ്കിൽ വരട്ടെ നേരെ. ഇന്നും എന്നെ പറ്റിച്ച് വരാതിരുന്ന
What's the time? 5-6 മണി. പിണക്കമാണോ കണ്ണേ പിണക്കമാണോ? എത്ര മണിക്കാ വരാന്ന് പറഞ്ഞത്? 6 മണി. ഇപ്പൊ എത്ര സമയായി? ഇപ്പോ 7:30. ഒരു മാസായി എന്നെ അവിടെ ഇരി, ഇവിടെ നിക്ക്, ഇപ്പൊ വരാം, നാളെ വരാം എന്നൊക്കെ പറഞ്ഞു പറ്റിക്കുന്നു. സീമ, ഞാനൊരു സർക്കാർ ജോലിക്കാരനല്ലേ? അതൊന്നും എനിക്കറിയില്ല. നിങ്ങക്ക് ഞാൻ വേണോ സർക്കാർ വേണോ? നീ മാത്രം മതി. അതുകൊണ്ട് ഞാനൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. നാളെ രാവിലെ 6 മണിക്ക്. നിങ്ങൾ നാളെ 6 മണിക്ക് എവിടെ പോകുന്നു? ഛേ, നാളെ രാവിലെ നീയും ഞാനും 6 മണിക്ക് മദ്രാസിന് പോകുന്നു. 3 ദിവസം ഫുൾ ഫ്രീ, നീയും ഞാനും മാത്രം. ഓക്കെ? ഐ ലവ് യു. I love you da. പ്രിയനിൻ ചുണ്ടിൽ ഞാൻ വിടർന്നു ചിരി പൊൻപൂക്കളിൻ നിലാവായി. പ്രിയനിൻ ചുണ്ടിൽ ഞാൻ വിടർന്നു ചിരി പൊൻപൂക്കളിൻ നിലാവായി. പ്രകാശത്താരം വിടർന്നു നിന്റെ പ്രസാദ കണ്ണിൽ ഇതൾ പൂ പോലെ മരാളം നിന്റെ മാനസം തരൂ. പ്രിയനിൻ ചുണ്ടിൽ ഞാൻ വിടർന്നു ചിരി പൊൻപൂക്കളിൻ നിലാവായി. പരാഗപ്പൂക്കൾ
പ്രിയനിൻ ചുണ്ടിൽ ഞാൻ വിടർന്നു ചിരിപ്പൊൻപൂക്കളിൽ നിലാവായി പ്രിയനിൻ ചുണ്ടിൽ ഞാൻ വിടർന്നു ചിരിപ്പൊൻപൂക്കളിൽ നിലാവായി. ഹലോ പ്രഭു, വാ ഇരിക്കെ. കൊള്ളാം, ഇപ്പൊ ഒരു യോഗ്യനായിട്ടുണ്ട്. പ്രഭു ദ ഗ്രേറ്റ്. ഇപ്പോ നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. എന്താണെന്നറിയോ? പണം. നിങ്ങൾ പണക്കാരൻ, ഞാൻ പിച്ചക്കാരൻ. അത് ഒരു നിമിഷം കൊണ്ട് ശരിയാക്കാവുന്നതേ ഉള്ളൂ. പറയാനൊക്കെ എളുപ്പമാണ്, പ്രാവർത്തികമാക്കാനേ വളരെ കഷ്ടവും. അല്ല, നമുക്കത് പ്രാവർത്തികമാക്കാം. കുറച്ചു കാലം ഞാനായി നീയും, നീയായി ഞാനും ജീവിക്കുന്നു. പണക്കാരനായ വിജയായി ജീവിക്കാൻ നിനക്ക് ഞാനൊരു അവസരം തരുന്നു. അതിനുവേണ്ടി നിന്നെ ഞാൻ എല്ലാം പഠിപ്പിക്കാം, എന്റെ കയ്യൊപ്പ് പോലും. ഓക്കെ? പണ്ട് ചെറുപ്പത്തിൽ ഞാൻ വേറെ പണിയൊന്നുമില്ലാത്തപ്പോ ഒരു നാടക ട്രൂപ്പ് നടത്തിയിരുന്നു, അൾട്രാ മോഡേൺ ഡ്രാമാസ്കോപ്പ്. അതുകൊണ്ട് ഇപ്പൊ ഗുണമുണ്ടായി. ഇപ്പൊ എങ്ങനെയുണ്ട്? അസലായിട്ടുണ്ട്. വാ. പ്രവാചക ബലദേവാനന്ദ സാഗര കണ്ടോ? ഇതാണ് ടെണ്ടുൽക്കർ രേഖ. ഇത് മുകളിലേക്ക് പോയാൽ ഗാംഗുലി രേഖയാവും. അപ്പൊ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന ജോലി കിട്ടും. നേരെ മറിച്ച് ഇത് താഴോട്ട് പോയാൽ കപിൽ ദേവ രേഖയിലോട്ട് കയറും. നിങ്ങൾ വീണ്ടും ഇതേപോലെ തെണ്ടി നടക്കേണ്ടി വരും. അത് അനുഭവിക്കാൻ നിർവാഹമുള്ളൂ. ഭീമാ കാശ് വാങ്ങിക്കോളൂ. കാശടെ കാശടെ. ശരീരം നോക്കണം, നല്ല ജ്യൂസൊക്കെ വാങ്ങി കഴിക്കണം കേട്ടോ. കാശ് കൂടുതലുണ്ടെങ്കിൽ ഡെയിലി ചിക്കൻ ബിരിയാണി കഴിക്കാം. നോയമ്പ് മുറിക്കരുതെന്ന് മാത്രം നോക്കിപ്പോണം. ഹസ്തരേഖാശാസ്ത്രം, മരണം, വിവാഹം, വിവാഹമോചനം, ക്ഷുദ്രം, ക്ഷുദ്രപ്രയോഗം ഒഴിപ്പിക്കൽ, ഹസ്തരേഖാശാസ്ത്രം. നീ പോയി കസ്റ്റമേഴ്സിനെ പിടിച്ചോണ്ട് അഭിമാനം. അതിന് പോയി പിടിക്കണം, ഇങ്ങോട്ട് വരില്ലേ? എന്നാലും നമ്മുടെ ഭാഗത്തൂടി ശ്രമം വേണം. ചെല്ല. ഞാൻ ശ്രമിച്ചില്ല. ഹസ്തരേഖാശാസ്ത്രം, മരണം, വിവാഹം, വിവാഹമോചനം, ക്ഷുദ്രം, ക്ഷുദ്രപ്രയോഗം, കൈരേഖ, മുഖലക്ഷണം, ശരീരലക്ഷണം കടന്നു വരൂ. കൈരേഖകൾ നോക്കി ഫലം പ്രവചിക്കുന്ന ലോക പ്രശസ്തനായ ഹസ്തരേഖ വിദഗ്ധൻ വാസുദേവ ഭട്ടാചാര്യ MG റോഡിലുള്ള ബോധിവൃക്ഷത്തോട്ടിൽ ക്യാമ്പ് ചെയ്യുന്നു. വാസുണ്ണ, ഇങ്ങോട്ട് വന്നേ. എന്താടാ? ഒരു രഹസ്യം പറയാനാ, ഇങ്ങോട്ട് വന്നേ. ഇപ്പൊ 40 രൂപയില്ലേ? എനിക്ക് വയറ് വിശന്നു വയ്യ. ഒരു ബിരിയാണി വാങ്ങി രണ്ടൊരു കൂടെ കഴിക്കാം. ഒറ്റ ഇടി വെച്ചെന്നുണ്ടല്ലോ. എടാ, അല്പം കൂടി വെയിറ്റ് ചെയ്യ്. പയ്യെ തിന്ന ഫുൾ ബിരിയാണി തിന്നാം. കാറൊക്കെ കിട്ടിയ വലിയ ആളായി കാണും. നമ്മളെ കണ്ടു കാണില്ല. നീട്ട ഇനി അങ്ങോട്ട് ഉയർച്ചയുടെ കാലമാ. ദക്ഷിണ തന്നോളൂ. വരട്ടെ. ഇത് ഞങ്ങളുടെ സീറ്റാ. ഞാനൊന്ന് നാട്ടിൽ പോയി വന്നതിനിടയ്ക്ക് എന്റെ സ്ഥലം അടിച്ചെടുക്കാൻ നോക്കിയല്ലേ? ഒന്ന് എഴുന്നേറ്റ് പോയപ്പോഴേക്ക് സീറ്റ് പോയല്ലോ. ഇത് രാഷ്ട്രീയക്കാരെക്കാളും കഷ്ടമായി പോയല്ലോ ഭീമ. അല്ലെങ്കിൽ കസറയെ നിർത്തുന്നതാണ് അണ്ണന് നല്ലത്. അണ്ണന്റെ ഒരു ടെണ്ടുൽക്കർ. അണ്ണൻ എപ്പോഴാണ് അടി കിട്ടുമെന്ന് പേടിച്ചിരിക്കായിരുന്നു ഞാൻ. ചേട്ടാ, ഇന്നത്തോടെ ഞങ്ങൾ ഹസ്തരേഖ നിർത്തുക. ഒരു മാല, ഈ ഹാഫ് ഉടുപ്പുകൾ എടുത്തിട്ട് ഒരു ഫുൾ ബിരിയാണിക്കുള്ള കാശ് തന്നാട്ടെ. അതാ എന്റെ ഹാഫും കൂടി കാശ്. എന്റെ ടൈം ഇപ്പൊ എങ്ങനെ രക്ഷപ്പെടുക? എന്നെ കണ്ടിട്ട് ആരും തിരിച്ചറിയണല്ല. വാ. എന്നാലും നമ്മളെ കണ്ടിട്ട് ഒരു പരിചയഭാവം പോലും കാണിച്ചില്ലല്ലോ. ഇനി നമ്മളെ കണ്ടു കാണില്ലേ? കാണുകയൊക്കെ ചെയ്തു. ഞാൻ ചിരിച്ചു കാണിച്ചു, എന്നിട്ട് മൈൻഡ് പോലും ചെയ്തില്ല. അവൻ എവിടെ നിന്ന് ഇത്രയും വലിയ കാറും സെറ്റപ്പ് ഒക്കെ? അവന്റെ കൂടെ വൃത്തികെട്ട താടി വെച്ച ഒരു തകത്തേറിപ്പോയില്ലേ? ചിലപ്പോ അവന്റെ ഈ കാർ അടിച്ചു മാറ്റിയതായിരിക്കും. അതോ ബദ്രിയെ തട്ടി അയാളുടെ സ്വത്തെല്ലാം കഴിക്കാനാക്കിയോ? കാറിലിരിക്കുമ്പോഴുള്ള അവന്റെ ഒരു ഗമ ഒന്ന് കാണണമായിരുന്നു. അവൻ പുറത്തു വരുന്നവരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. നമുക്ക് അകത്തുപോയി പിടിക്കാം. അവൻ ഏറ്റുമുട്ടാൻ വന്ന എതിർത്ത് നിൽക്കാനുള്ള ധൈര്യം നിനക്കുണ്ടോ? ഒരിക്കലും ഇല്ലല്ലോ. എന്നാ മിണ്ടായിരിക്കും. അതെ, എന്റെ കയ്യിൽ ഒരു 30 രൂപയുണ്ട്. നമുക്ക് അകത്ത് പോയി ഓരോ ചായ കുടിക്കാം. പ്രഭുവിനെ തപ്പുകയും ചെയ്യാം.
30 രൂപ ഉണ്ടാ എന്നാ പിന്നെ എന്നെ എന്റെ കൂടെ വാ, ബാക്കി കറി ഞാൻ ഏറ്റു. ഇതെന്താ വെള്ളപ്പൊക്കത്തിന്റെയും ഭൂമി ഉലുക്കത്തിന്റെയും പേരിൽ കാശ് പിരിക്കുന്നവരെ പോലെ കാർഡും ഒക്കെ ആയിട്ട്? അയ്യോ അണ്ണാ, ഇത് മിനു കാർഡാ. എന്തൊക്കെ തിന്നാനുണ്ടെന്നും അതിന്റെ വില എത്രയാണെന്നും ഇതിലുണ്ട്. എന്നെ പഠിപ്പിക്കണ്ട, എനിക്കറിയാം. ഇത് താൻ തന്നെ വെച്ചോ. ചായക്ക് എന്താ വില? 15 രൂപ. എന്റെ അമ്മ, അണ്ണം പേടിക്കണ്ട, നമ്മളെ 30 രൂപയില്ലേ 2 സ്ട്രോങ് ചായ. ആ പിന്നെ കുടിക്കാൻ തണുത്തുള്ള ഉണ്ടാ? അണ്ണാ ഇന്നത്തേക്ക് പച്ചവെള്ളവും ചായയും കുടിച്ച് വയറ് വീർപ്പിക്കാം. നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു ചായ ഓർഡർ ചെയ്താൽ മതിയായിരുന്നു. എങ്കിൽ രണ്ടുപേർക്കും കൂടി 50-50 ആയിട്ട് കുടിക്കായിരുന്നു. അതുകൊണ്ട് എന്ത് ഗുണം? ചായക്ക് 15 രൂപ, ബാക്കി 15 രൂപയ്ക്ക് ഉഴുന്നുവട ഓർഡർ ചെയ്യാമല്ലോ. ആ ബെസ്റ്റ്. അണ്ണാ ഒരു ചായക്ക് 15 രൂപ ഉള്ളടുത്ത് ഉഴുന്നുവടയ്ക്ക് മിനിമം 30 രൂപയെങ്കിലും വരും. ആ അതാ വന്നു. ആ ഇതിപ്പോ 15 രൂപയ്ക്ക് ഒരു നഷ്ടവും ഇല്ല. ഈ കപ്പ് സാസറിന് കൊടുക്കണം 100 രൂപ. ഇതൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റൂല. ആ ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോവാ. ഒറ്റ ഇതെന്താ? ബില്ല്. ബില്ലും പുസ്തക രൂപത്തിലാണോ തരുന്നത്? 57 രൂപ 50 പൈസ. ചായ 2 30 രൂപ, മിനറൽ വാട്ടർ 20 രൂപ, ടാക്സ് 7.50. ചേട്ടാ ഞങ്ങളുടെ കയ്യിൽ 30 രൂപയേ ഉള്ളൂ. അതെ അതെ. എന്നാ കിച്ചണിലോട്ട് അല്ല വെള്ളം കുടിച്ചിട്ട് സ്ഥലമാണ് ഇതെന്ന് അറിഞ്ഞില്ല. കാശ് കൊടുത്തില്ലെങ്കിൽ മാവരപ്പിക്കും അവൻ പറയണത്. ആ പ്രഭുണ്ണനാണെങ്കിൽ കാണാനുമില്ല. പ്രഭുവിനെ കണ്ടാ കാശ് കാശ് ഞാൻ തരാം. മാന്യമാര് പറയുന്ന കേട്ടാ. നിങ്ങൾ എന്തിനാ ഇവിടെ കേറിയേ? പ്രഭുവിനെ ഞങ്ങളുടെ ഫ്രണ്ടാ. ആ നിങ്ങൾ വരൂ. ഇയാള് കൊണ്ടുപോയി ഇനി വേറെ വല്ല പണി. താങ്ക് യു സർ. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല സർ. ഇറ്റ്സ് ഓക്കെ. ഈ പ്രഭുവായിട്ട് എന്താ നിങ്ങളുടെ അടുപ്പം? കൊള്ളാം. ഞങ്ങളല്ലേ പ്രഭുവിനെ ഈ നിലയിലാക്കിയത്. ഏത് നിലയ്ക്ക്? ചെറിയ ചെറിയ ചില്ലറ തരികട പരിപാടികളുമായിട്ട് നടന്നവനാ. ഇപ്പൊ വലിയ ഗുണ്ടാത്തലവനല്ലേ. ഒരടി ഉണ്ടാക്കുന്നതിന് 10,000 രൂപ. ഇന്നാള് പ്രതിപക്ഷത്തിന്റെ ജാഥയിടയ്ക്കേറി അടി ഉണ്ടാക്കിയാൽ 50,000 രൂപ വാങ്ങിച്ചത്. അതെ അതെ, വേണ്ടി വന്നാൽ തട്ടുകയും ചെയ്യും. അതിന് കാശ് അല്പം കൂടും. അതൊക്കെ ഞങ്ങൾ ഉറപ്പിച്ചുതരാം. അന്താരാഷ്ട്ര ലെവലിലാ അവന്റെ പോക്ക്. സാറിന് ആരെങ്കിലും തട്ടണോ കയ്യും കാലും വെട്ടണോ ഞങ്ങളോട് പറഞ്ഞാൽ മതി, പ്രഭുവിനെ അറേഞ്ച് ചെയ്ത്. അതൊന്നും ഇനി നടക്കൂല. അവൻ ഞങ്ങളെയൊക്കെ മറന്നു. മിണ്ടിപ്പോരുത്. അതൊക്കെ പോട്ടെ. അത് പോട്ടെ. സാറിനെ മനസ്സിലായില്ല. എന്റെ പേര് സുഭാഷ് ചന്ദ്ര. ഞാൻ ഒരു CBI ഓഫീസർ. ഞങ്ങളൊന്നും ചെയ്യില്ല. ഈ പറഞ്ഞൊക്കെ അങ്ങ് മറന്നു കളഞ്ഞേക്കണം. ഇറ്റ്സ് ഓക്കെ. നിങ്ങളുടെ പ്രഭുവിനെ നിങ്ങൾക്ക് കാണണം. ഞാൻ കാണിച്ചു തരാം. പക്ഷെ പറയുന്ന പോലെ അനുസരിക്കണം. ശരി സർ, ഞങ്ങൾക്കൊരു ജോലി ശരിയാക്കി തരൂ. പറയുന്ന പോലെ അനുസരിച്ചാൽ. Come on. അന്ധരാണേ, കണ്ണ് കാണാൻ പാടില്ലാത്ത അന്ധരാണേ. അതെ അതെ, ആണേ ആണേ ആണേ. എന്തേ ഒരാന വന്നു തോന്നുന്നു. തുമ്പിക്കയില്ല. അപ്പൊ ആനയല്ല, കഴുതയുടെ സ്മെല്ലാണല്ലോ അണ്ണാ. അയ്യോ, ഇതൊരു ആനയൊന്നും അല്ല, മനുഷ്യനാണ് ഭീമ. റോഡ് ക്രോസ് ചെയ്യുമ്പോ നോക്കണ്ടേ? നോക്കാൻ കണ്ണ് വേണ്ടേ സാർ? നിങ്ങൾ എവിടേക്കാ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. കണ്ടോടാ അവന്റെ അഭിനയം, നമ്മളെ പരിചയമേ ഇല്ലാത്ത പോലെ. ഇതിലെന്തോ പ്രശ്നമുണ്ടെന്നാ. എന്താ ഒരു ഡിസ്കഷൻ? അല്ല, മുൻപരിചയമില്ലാത്ത ആളിന്റെ കൂടെ ഞങ്ങൾ എങ്ങനെ വരും? ടൈ ചെയ്യൂ. സാറ് പൊയ്ക്കോ, ഞങ്ങളുടെ ലോകം ഇരുട്ടിന്റേതാ. ഇനിയുള്ള കാലം ഇരുട്ട് തന്നെ ഞങ്ങൾക്ക്. ഇരുളും വെളിച്ചവും ഒന്നാ, പച്ചയും ചുവപ്പും ഒന്നാ, ആണും പെണ്ണും എല്ലാം ഒന്നാ. അയ്യോ, അത് മാത്രം വേറെ എണ്ണ. സാറ് പോയാട്ടെ. ശരി. ഞങ്ങളനാഥരല്ലോ ഭൂമിയിൽ, ഞങ്ങളനാഥരല്ലോ വീതിയിൽ. ഭയങ്കര അഭിനയ സാറേ. സംസാരത്തിന്റെ ശൈലി പോലും അവൻ മാറ്റിക്കളഞ്ഞു. ഇനി പ്രഭുണ്ണന്റെ ഓർമ്മശക്തി വല്ലതും നഷ്ടപ്പെട്ട് കാണുമല്ലോ. എന്തോ ഒരു അസുഖം ഉണ്ടല്ലോ. വൺ മാൻ ഷോ അല്ലടാ, അനിമീഷ്യ. അനിമേഷൻ അല്ല, അംനീഷ്യ. എന്തായാലും അസുഖമാണല്ലോ. ഒരുപക്ഷെ അത് നിങ്ങളുടെ ഫ്രണ്ട് അല്ലെങ്കിലോ? ആണ് സാറേ, ഇത് അവൻ തന്നെയാ, എനിക്ക് ഉറപ്പാ. ഇത്തിരി പണം കിട്ടിയപ്പോ അവന്റെ കൂട്ടുകാരാണ് ഞങ്ങളെന്ന് നാട്ടുകാരറിഞ്ഞാൽ നാണക്കേടാവുമല്ലോ എന്ന് കരുതിയാ. ചിലപ്പോ കാർ എവിടെന്നെങ്കിലും അടിച്ചെടുത്ത് നമ്മൾ അറിയാതിരിക്കാൻ വേണ്ടിയായിരിക്കും. എല്ലാം തെളിഞ്ഞോളും. ഓക്കെ, നിങ്ങളുടെ സേവനത്തിന് നന്ദി.
ഇനി ആവശ്യം ഉണ്ടാവും, അപ്പൊ അറിയിക്കാം. ഇപ്പൊ പൊയ്ക്കോളൂ. താങ്ക് യു സർ. സർ, ഈ വടി ഞങ്ങൾ എടുത്തോട്ടെ. എന്തിനാ? അല്ല, അന്ധന്മാരായി അഭിനയിക്കുന്നത് ഒരു തൊഴിലാക്കി എടുത്താലോ എന്ന് ഞങ്ങൾ ആലോചിക്കുക. എന്താ എന്താ? അണ്ണന്റെ അച്ഛന് കണ്ണു കണ്ടുകൂടാ, അദ്ദേഹത്തിന് കൊടുക്കാനായിരിക്കും. നിങ്ങൾക്ക് അച്ഛനും അമ്മയില്ലെന്നുള്ള പറഞ്ഞത്? ഇപ്പൊ ഇല്ല, ഭാവിയിൽ ഒരു അന്ധനായ അച്ഛനെ വഴിയിൽ വെച്ച് കളഞ്ഞു കിട്ടുകയാണെങ്കിൽ അപ്പൊ കൊടുക്കാമല്ലോ. വടി ഇങ്ങോട്ടാ. സാറേ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലി ശരിയാക്കി തരുന്നത് വരെ റോട്ടി, കപ്പട ഓർ മക്കാൻ. അത് മോന്താൻ. മോന്താനെന്ന് ഉദ്ദേശിച്ച ചായ, അത് റോട്ടിയിൽ ഉൾപ്പെട്ടു. വകുപ്പുണ്ടാക്കാം, വണ്ടിയിലോട്ട് കേറ. പ്രഭുണ്ണന് കാറ് കിട്ടിയെങ്കിൽ നമുക്കും കിട്ടിയെന്ന ഒരു ജീപ്പ്. നമ്മുടെ സമയം തെളിഞ്ഞ്. സന്തോഷിക്കാൻ വരട്ടെ. പോലീസ് വണ്ടിക്ക് ഇടിവണ്ടി എന്നാ പേര്. പോലീസുകാരുടെയും പെണ്ണുങ്ങളുടെയും മനസ്സ് എപ്പോഴാ മാറുമെന്ന് പറയാൻ പറ്റില്ല. അയ്യോ, ഞാനിറങ്ങാം. സാർ തന്നെ പ്രഭുവിന്റെയും സ്റ്റിക്കിൽ നിന്ന് കിട്ടിയ കൈരേഖകളും രണ്ടും രണ്ടുപേരുടെയാണ്. എന്ന് പറഞ്ഞാൽ ഈ രണ്ടുപേരും കൈരേഖകളുടെ അടിസ്ഥാനത്തിൽ ഒരാളല്ല. നമ്മുടെ അന്വേഷണം വഴിമുട്ടിയിരിക്കുന്നു. പ്രഭു വേറെ, വിജയ് വേറെ. സാർ, വിജയനെ വെച്ച് പ്രഭുവിനെ കൊടുക്കാനുള്ള വഴി ആലോചിച്ചാലോ? കറക്റ്റ്. അതൊരു റൂട്ടാണ്. നമുക്ക് ആലോചിക്കാം. നമുക്ക് ആ വീഡിയോ ചിത്രം വ്യക്തമായിട്ടൊന്ന് പരിശോധിക്കണം. കാരണം ഹാൻഡ് ഗ്ലൗസ് ഇട്ട് വ്യാജരേഖകൾ ഉണ്ടാക്കി കേസിന് വഴിതെറ്റിച്ച സംഭവം സ്കോട്ട്ലൻഡ് യാർഡ് പോലീസ് ഡയറിയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗീത, ടേക്ക് ദ പ്രിന്റ്. ഫ്രീസ്. അടുത്തിരിക്കുന്ന ആളുടെയും വിജയുടെയും കണ്ണുകൾ ശ്രദ്ധിക്കൂ. ഗോവിന്ദ് ഒരു ഘട്ടം തരണം ചെയ്തിരിക്കുന്നു. വേഷം മാറി വിജയുടെ കൂടെ പ്രഭു കൂടിയിരിക്കുന്നു. എന്തിനായിരിക്കും? അയാളില്ലാത്തപ്പോൾ അപരൻ ഒറിജിനലാവും. കുറച്ചുകൂടി പോലീസ് വഴി ചിന്തിച്ചാൽ അയാളെ ഇല്ലാണ്ടാക്കി അപരൻ ഒറിജിനലാവും. വിജയ്ക്ക് സെക്യൂരിറ്റി വേണം, മാത്രമല്ല അയാളുടെ മേലെ ഒരു കണ്ണു വേണം. നീന ചേച്ചി പറഞ്ഞിരുന്നു, പുതിയ അപ്പോയിന്റ്മെന്റ് അല്ലേ? എന്താ പേര്? വിമല. വിമല ഭോജരാജൻ. എന്താ? വിമല ഇവള്, ഞാൻ ഭോജരാജൻ. ഇടയ്ക്ക് കയറി വെടിവെക്കല്ലേ? മിലിറ്ററിയിലായിരുന്നപ്പോ ഇടയ്ക്ക് കയറി വെടിവെക്കും. ആ ശീലമാ. മിലിറ്ററിയിലായിരുന്നോ? പിന്നെ അതല്ലേ ക്യാപ്റ്റൻ ഭോജരാജൻ തന്നെ വിളിക്കുന്നത്. അത് കുഞ്ഞ് മിലിറ്ററിയിലെ കുശിനിക്കാരനായിരുന്നു. ചോറ്റുപട്ടാളം അവരുടെ ക്യാപ്റ്റനാ. ഈ വീട്ടിലെ വാച്ച്മാനും ഇയാള് തന്നെയാ. എന്ത് ജോലിയാണെങ്കിലും സിൻസിയറായി ചെയ്യണം. ചെയ്യും, പ്രത്യേകിച്ച് വാച്ച്മാൻ ജോലി. എന്റെ നീന ചേച്ചി ഒരു പ്രത്യേക ലക്ഷ്യമായി വന്നതാ. അത് സക്സസ് ആയാൽ പിന്നെ ചേച്ചി അമേരിക്കയിലേക്ക് പോവില്ല. നിങ്ങൾക്കും ഇവിടെ തന്നെ കഴിയാം. അയ്യോ, അപ്പൊ നമ്മുടെ മധുവിധു. മധുവിധുവോ? ഏത് മധുവിധു? അല്ല, അമേരിക്കയിൽ എല്ലാവരും മലയാളമാണോ സംസാരിക്കുന്നത് ചോദിക്കായിരുന്നു. അല്ല, മോൾ ഇതുവരെ ഇംഗ്ലീഷേ പറഞ്ഞില്ലല്ലോ. ഐ നോ ഇംഗ്ലീഷ്, യു ടോക്ക് ഇംഗ്ലീഷ്. मैं हिंदी बोल रहा हूं. ए कुछ नहीं. എല്ലാം മാലും. കഴിക്കാൻ എന്താ ലൈറ്റ് ആയിട്ട്? ലൈറ്റ് ആയിട്ട് ബീഫും പൊറോട്ടയും. വെരി ലൈറ്റ്. അലുവ അയല പോലെ ചെയ്ത് കൊടുക്കട്ടെ. ലഡ്ഡും ചെമ്മീൻ ചമ്മന്തിയും. ഇതെന്ത് ലൈറ്റ്? സോ ഹെവി. പുട്ടും പഴവും. ഓക്കെ. എക്സ്ക്യൂസ് മീ, വിമല വരൂ. ഓ, മണി 10 ആയല്ലോ. എവിടെ വരാന്ന് പറഞ്ഞിട്ട് കാണുന്നില്ല. അല്ലെങ്കിൽ ഈ കാര്യങ്ങൾക്കൊക്കെ ആണുങ്ങൾ മുൻകൈ എടുക്കണം. ഓ, പണ്ട് ജമ്മു കാശ്മീരിൽ കാവൽ നിന്നിട്ട് പോലും ഇങ്ങനൊരു ടെൻഷനില്ല. രാജിക്കുഞ്ഞിപ്പോ ഉറങ്ങിക്കാണും. തപ്പി തടഞ്ഞു പോകുക തന്നെ. ഇങ്ങനൊരു രോഗം ആർക്കും വരുത്തരുതേ. പാതൽ പാതൽ. ഓ, മുടിഞ്ഞ മാലക്കൺ. എന്താ ഇത്? ഞാനാ. അമേരിക്ക ഉറങ്ങിയോ? പിന്നെ കൂർക്കം വലിച്ചുറങ്ങി. ഫസ്റ്റ് നീയല്ലേ പറഞ്ഞത് സിഗ്നൽ തരാമെന്ന്? ഞാൻ സിഗ്നൽ കാണിച്ചല്ലോ, നിങ്ങൾ കണ്ടില്ലേ? കൊള്ളാം,
മാലക്കണ്ണനോട് രാത്രി സിഗ്നൽ കാണിക്കുന്ന ഭാരതത്തിൽ ആദ്യ വീര വനിത നീയ. സംസാരിച്ചിരിക്കാൻ സമയമില്ല. ആ ഏയ് ഭോജരാജൻ എവിടെ? നാളെ രാവിലെ നിങ്ങൾ രണ്ടാളും എന്നെ കാണണം. ഞാൻ പ്രത്യേകം പറഞ്ഞതാ, ജോലിക്കാർക്ക് പെരുമാറ്റത്തിൽ മാന്യത വേണമെന്ന്. എന്ത് തെമ്മാടിത്തരം കാണിക്ക? ക്ഷമിക്കണം, അങ്ങനെ ഒരു തെമ്മാടിത്തരം സംഭവിച്ചു പോയി. മിണ്ടരുത്. എന്നിട്ട് മുമ്പിൽ ഞാൻ നിൽക്കുന്നത് പോലും ശ്രദ്ധിക്കാതെ ഒരു പോക്ക്. മേലിൽ ഇത് ആവർത്തിക്കരുത്. ശ്രദ്ധിക്കാത്തതല്ല, ഞാൻ കണ്ടില്ല. കണ്ടില്ലേ? ഞാനെന്താ അത്രയ്ക്ക് ചെറുതാണോ? അതോ നിങ്ങൾക്ക് കണ്ണില്ലേ? കണ്ണില്ല, കണ്ണില്ല. അതെ, വൈകുന്നേരമായാൽ എനിക്ക് കണ്ണ് കാണില്ല. മലയാളത്തിൽ ഈ അസുഖത്തിന് മാലക്കണ്ണെന്ന് പറയും, ഹിന്ദിയിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്. നൈറ്റ് ബ്ലൈൻഡ് ഹിന്ദിയിൽ? അതെ. ചേട്ടാ സത്യം പറയല്ലേ? ചേട്ടനോ? അതെ, ഇവൾ എന്റെ ഭാര്യയാണ് വിമല. നീന കുഞ്ഞിനെ സഹായിക്കാൻ ബാച്ചിലർ തന്നെ വേണമെന്ന് കുഞ്ഞിന്റെ അങ്കിള് പറഞ്ഞപ്പോ നുണ പറഞ്ഞ് ജോലി കയറിയതാ ഞങ്ങള്. ഞാൻ മിലിറ്ററിയിലായിരുന്നു, ഇവളിവിടെ നഴ്സായിരുന്നു. അന്ന് ഇവിടെ പാറ്റേൺ ടാങ്ക് എന്നാ വിളിക്കുക. അത് ആദ്യമേ തുറന്നു പറയായിരുന്നില്ലേ? ഇത് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ പറയാൻ ഞങ്ങൾ ഇവിടെ കാണൂലെന്ന് കരുതി. സാരമില്ല, ഇനി നിങ്ങൾ ഒളിച്ചു കളിക്കണ്ട, ഒന്നിച്ചിവിടെ കഴിഞ്ഞു. ഓ താങ്ക് യു. നില്ല് നില്ല്, ഇത് അമേരിക്കയല്ല, ഇതിനൊക്കെ സമയം വേറെ തരാം. അപ്പൊ കണ്ണ് കാണില്ല. ഏതായാലും നല്ല അഭിനയം. ഹലോ, 5 കോടി രൂപ തട്ടിയെടുക്കാൻ ഇത്ര ദിവസവും സമയം കളയാതെ അവന്റെ ഏതെങ്കിലും ഒരു കമ്പനി പോയി നീ വിജയാണെന്ന് പറ. ഇല്ലെങ്കിൽ അതുപോലെ സൈൻ ചെയ്ത ചെക്കുമായി നീ നേരെ ബാങ്കിലോട്ട് ചെല്ലേ. കാര്യം സാധിച്ചിട്ട് ഇങ്ങോട്ട് വരാവൂ. അതിനാണ് പ്ലാൻ ചെയ്ത് നിന്നെ അയച്ചത്. പരാജയപ്പെടുകയോ പിടിക്കപ്പെടുകയോ ചെയ്താൽ നിന്റെ ജീവിതം അറിയാലോ. ദയവേത് എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ്. എനിക്ക് വേണ്ട, ഞാൻ പറഞ്ഞു. ഉടനെ വേണം. വീണ്ടും വിളിക്കാം. നീ ആരാണ്? ഞാൻ വിജയാണ്. നീ ആരാ? നീ വിജയല്ല, അവന്റെ അപരൻ.
എന്നെ ആരോ പിന്തുടരുന്നുണ്ടല്ലോ. ആ ഡോക്ടർ പുറത്ത് തന്നെ ഉണ്ട്, ഇന്ന് ഒഴിവാ. അയ്യോ എന്റെ അമ്മോ, എന്റെ തോളല് പൊട്ടിപ്പോയേ. ഇവിടെ കിടന്ന് മരിക്കണ്ട, വന്ന കാര്യം പറ. ഒരു ബക്കറ്റ് വെള്ളം എടുത്താ ഡോക്ടറെ, എന്റെ തോളല് പൊട്ടിപ്പോയേ. ഇവിടെ ഉണ്ടോ? ഇത് തോളല് പൊട്ടിയതല്ല, എല്ലിന്റെ സ്ഥാനം മാറിയതാ, ഡിസ്ലൊക്കേഷൻ. താനാ കൈ ഒന്ന് പിടിച്ചേ. ഇത്രേ ഉള്ളൂ, പോയിക്കോളൂ. ഈ കാലത്ത് ഇത്രയും നല്ല ഡോക്ടർമാരെ കാണാൻ കിട്ടുവോ? ആർക്കെങ്കിലും കാണണമെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാ മതി. ശരി, വരട്ടെ ഡോക്ടർ. ഓ, എന്ത് നല്ല ഡോക്ടർ. വരട്ടെ സാർ. നമ്മളിങ്ങോട്ട് വരട്ടെ. ഇങ്ങനെ പോയാൽ നമുക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ല. എന്നാ പിന്നെ എങ്ങനെയാ പോവാ? അതെ, ഒരു നഖം പൊട്ടിയ പോലെ എക്സ്റേയും സ്കാനിങ്ങും എടുപ്പിച്ച് അതിന്റെ കമ്മീഷൻ വാങ്ങിക്കുന്ന ഈ കാലത്തെ ഒരാളുടെ തോളല് പൊട്ടി വന്നിട്ട് നിങ്ങൾ ഒന്നും വാങ്ങില്ലെന്ന് വെച്ചാ? അതിന്റെ എല്ലൊന്നും പൊട്ടിയിട്ടില്ല, ഡിസ്ലൊക്കേഷൻ. ഓ, നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട, ഞാനും ഒരു ഡോക്ടറാ. കന്നുകാലികൾക്ക് തോളില്ലല്ലോ. പരിഹസിക്കണ്ട. ഈ വീട്ടിലെ കാര്യങ്ങൾ എന്തെങ്കിലും നടക്കണമെങ്കിൽ ഈ നാട്ടിലെ മൃഗങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നാലേ നടക്കുള്ളൂ. ഒരു ഡോക്ടറെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോ ആദർശ ഫാമിലി ആകാമെന്ന് വിചാരിച്ചു, എല്ലാം നശിപ്പിച്ചു. എന്റെ ഭഗവാൻ, ഞാനൊരു ഡോക്ടറെ കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ചതാ. എന്നിട്ട് ഇപ്പൊ ഒരു എന്താ? അല്ല, ഒരു മൃഗ ഡോക്ടറെ കല്യാണം കഴിക്കാൻ പറ്റിയില്ലോ എന്ന് പറഞ്ഞതാ. ഹലോ അഡ്വക്കേറ്റ് ഭാസ്കർ. യെസ്, സ്പീക്കിംഗ്. ഞാനൊരു പദ്ധതി പ്ലാൻ ചെയ്തിട്ടുണ്ട്. വിജയുടെ പദ്ധതിക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കുമല്ലോ. ഇതൊരു ഇന്റർനാഷണൽ പ്രോജക്റ്റ് ആണ്. മനുഷ്യ മനസ്സുകളുമായി തൊട്ടുരുമി നിൽക്കുന്ന ഒരു പ്രോജക്റ്റ്. ടെസ്റ്റ് ട്യൂബ് ശിശുക്കളെ പോലെ, അല്ലെങ്കിൽ ക്ലോണിംഗ് ഒക്കെ പോലെ. ഇപ്പൊ എത്ര എണ്ണമായി? നല്ല മൂഡിലാണെന്ന് തോന്നുന്നല്ലോ. ശാസ്ത്രവും സാഹിത്യവും സമന്വയിപ്പിച്ചൊരു സംസാരം. 10-12 എണ്ണമായി. എന്തായാലും നമുക്ക് നാളെ നേരിട്ട് കാണാം. ആ ഭാസ്കർ, പിന്നെ നീ ഡോക്ടറോട് SP യോട് ഒന്ന് പറഞ്ഞേക്കണം. ഞാനിപ്പോ അവർക്ക് ഫോൺ ചെയ്താൽ നിർത്താൻ നേരം വെളുക്കും. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. പ്രമോദേ, ഇത് ഞാനാ. അപ്പോഴേക്കും ഉറക്കമായോ? രാവിലെ നേരത്തെ എണീക്കണം, ഒരു ഓപ്പറേഷൻ ഉള്ളതാണേ. പിന്നെ ഭാര്യയും കുട്ടികളും വീട്ടിൽ പോയി, ഇതുവരെ ഒന്നും കഴിച്ചില്ല. ഇന്ന് മദ്യവിമുക്ത രാത്രിയാ. നാളെ കോളിലൊക്കെ ഉണ്ടാക്കുന്ന മുഖ്യമന്ത്രിയുടെ കറപ്ഷൻ കേസ് തുടങ്ങുകയല്ലേ, അതിന്റെ ഒരു പഠനത്തിലാ. പിന്നെ ഡോക്ടറെ നമ്മുടെ മുതലാളി വിളിച്ചു. ആര്? വിജയോ? ആ, അയാള് പുതിയ ഏതോ പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടത്രേ. നാളെ നമുക്ക് മീറ്റ് ചെയ്യണം. രാത്രി പെട്ടെന്ന് കിട്ടിയ വെളിപാടായിരിക്കും. അതെ അതെ. ഡോക്ടർ കാര്യം ചെയ്യും, ഇപ്പൊ തന്നെ SP സാറിനെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്ക്. ഒരു ദിവസമെങ്കിലും കമ്പനി കൂടാതെ നിങ്ങളൊക്കെ മറന്ന് കിടക്കാന്ന് വെച്ചാ സമ്മതിക്കില്ലല്ലേ? അതല്ല, ഒരുപാട് കാര്യം നോട്ട് ചെയ്യാനുണ്ട്. 3 കൊല്ലായ കേസല്ലേ, നേരത്തെ പഠിക്കണ്ടേ? അതൊന്നും നടക്കൂല. എന്തു പഠിച്ചാലും തലേ ദിവസത്തെ റഫറിംഗ് മാത്രമേ ശരിയാവൂ. ഓക്കേടാ, നാളെ കാണാം. യെസ്. ഹലോ, രാജനാണോ? എന്റെ മൊബൈലിലേക്ക് വിളിച്ച് രാജനുണ്ടോന്ന് ചോദിച്ചാൽ രാജന് വേറെ വ്യാജനുണ്ടോടോ? എടോ, ഇത് ഞാനാ, ഡോക്ടർ പ്രമോദ്. ആ മണ്ടത്തരം ചോദിച്ചപ്പോഴേ മനസ്സിലായി. സാർ ഇപ്പൊ എവിടെ നിക്കണേ? ഞാൻ നിൽക്കുന്ന സ്ഥലം ആകെ പ്രശ്നമാ. ഞാൻ വിളിച്ചതേ ഈ ഫ്രോഡ് കാര്യം കേൾക്കാനല്ല. വിജയ് നാളെ അത്യാവശ്യമായിട്ട് വൈകിട്ട് കാണണമെന്ന് പറഞ്ഞു. എടാ, കമ്പനി കൂടാനൊന്നും വിളിക്കല്ലേ. നാളെ വേറെ എൻഗേജ്ഡ് ഒന്നും ഉണ്ടാവരുത്, അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ വിളിച്ചത്. നാളെ മീറ്റിംഗ് എന്തായാലും സൂപ്പറായിരിക്കും. വക്കീലിന്റെ കേസ് വിവരവും തന്റെ ക്രമസമാധാന ചരിത്രവും വിജയന്റെ പുതിയ പ്രോജക്റ്റും. നാളെ വല്ല ബോംബേറോ തീവപ്പുണ്ടായ എന്റെ വരവ് മുടങ്ങും. ഒന്നും ഉണ്ടാവില്ല, ധൈര്യമായിട്ടിരിക്കെ. നാളെ കാണാം. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ. മനുഷ്യനോടെ തല പോഞ്ഞിരിക്കുമ്പോഴാണ് അവന്റെ ഒരു ഗുഡ് നൈറ്റ്. മാറാട് ഒന്ന് പറഞ്ഞോളൂ. വിജയ് മോനെ, ഇപ്പൊ ഞാനും നിന്നെ പോലെ. Hi girls.
പ്രഭുവായി തീർന്നു ഞാൻ ഈ ഭൂതലത്തിൽ പ്രഭ ചൂടും നാളം പോലീസ് വിതളത്തിൽ ഇനി എന്നിൽ പൂക്കും സ്വപ്നജാലമെല്ലാം കാലം തരും സ്വപ്നങ്ങൾ സ്വന്തമാക്കി സ്വർഗങ്ങൾ നേടി സത്യങ്ങൾ രക്തമാക്കി രാജാവായി പ്രഭുവായി തീർന്നു ഞാൻ ഈ ഭൂതലത്തിൽ പ്രഭ ചൂടും നാളം പോലീസ് വിതളത്തിൽ ഇനി എന്നിൽ പൂക്കും സ്വപ്നജാലമെല്ലാം കാലം തരും BMW കാറിൽ ഉള്ളിൽ ചില്ലി മൂടി ഹവ ബീച്ചിൽ ഹൃദയം തുറന്നു ഷോപ്പിംഗ് കോംപ്ലക്സ് തോറും ഞാനും സ്വപ്നമോടെ താനെ വിലസിടും 5-star ഹോട്ടൽ തന്നെ AC റൂമിനുള്ളിൽ താനെ അണഞ്ഞിടും ബ്യൂട്ടി സ്പോട്ടും തേടി ഏതോ താരമായി നീളെ അലഞ്ഞിടും ഡിസ്കോടെക്കിൽ നിന്നു മൂറുന്ന അടിപൊളികൾ ഡിസ്പ്ലേ ചൊരിയാനുലകാളും പ്രഭുവായി വെറുതെ സമയം കളയാതെ എൻ കൂടെ വാ പടയിൽ പൊരുകാൻ കൊടിയേറും പ്രഭുവായി പ്രഭുവായി തീർന്നു ഞാൻ ഈ ഭൂതലത്തിൽ പ്രഭ ചൂടും നാളം പോലീസ് വിതളത്തിൽ ഇനി എന്നിൽ പൂക്കും സ്വപ്നജാലമെല്ലാം കാലം തരും ുള്ളിൽ നിന്നു ഞാനോ ഹിറ്റു നേടി ചറ്റത്തരം മാറ്റി സകലം മറന്നു ആറ്റുബീറ്റും താളം കേട്ടു സ്വപ്നം കണ്ടു രാവിൽ മുഴുകിടും സ്കോച്ചടിച്ചു റോത്തൻ ചുടികളിൽ ചേർത്തു വെച്ചല്ലോ ഞാൻ ഹാപ്പിയായി ഒപ്പും പ്രാപ്പും മഴ കൂടെ കൂടി ആടിടുന്നു കമ്പ്യൂട്ടറിൽ വന്നു ചേരുന്ന നിറജാലങ്ങൾ ലോട്ടോമാക്കി പടയാളും പ്രഭുവായി ഇന്റർനെറ്റിൽ പടിയാടുന്ന പുതുമാളങ്ങൾ വണ്ടർലാൻഡിൽ വർണ്ണമാക്കി പ്രഭുവായി പ്രഭുവായി തീർന്നു ഞാൻ ഈ ഭൂതലത്തിൽ പ്രഭ ചൂടും നാളം പോലീസ് വിതളത്തിൽ ഇനി എന്നിൽ പൂക്കും സ്വപ്നജാലമെല്ലാം കാലം തരും വാസുണ്ണ പൂ പ്രഭു ഇത്തവണ കയ്യോടെ പിടികൂടി രണ്ട് വർത്തമാനം പറയണം ഇറങ്ങാ സൈക്കിള് അണ്ണ അവൻ ദോ പോണ അവന്റെ പുറകെ പിടിയണ്ണ ചവിട്ടി വിടണ ദോ പോണ് അണ്ണന്റെ മിടുക്ക് എനിക്ക് കാണണം പിടി പിടി ഓവർടേക്ക് ചെയ് അടുത്തെത്തി ഈ കാളവണ്ടി ഓവർടേക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത് നമ്മളെ വണ്ടി അയ്യോ വാസുണ്ണ ഓ വാസുണ്ണ
എന്റെ കാല് പോയി. മുട്ടിന് താഴെ വെച്ച് എന്റെ കാല് മുറിച്ചു പോയടാ ഭീമ. എന്റെ കാല് പോയി. അയ്യോ ചുരുണ്ടിരിക്കണ കാല് മടക്കി വെച്ചതാ. ആവശ്യമില്ലാതെ ആളെ കൊതിപ്പിച്ചിട്ട് അതിനൊക്കെ ഭാഗ്യം വേണം. അതെ ഗിയർ റോഡിന്റെ അത്ര പോലും വണ്ണമില്ലാത്ത നിന്റെ വാക്കും കേട്ട് സൈക്കിൾ ഡബിൾ സ്പീഡിൽ ചവിട്ടിയ എന്നെ പറഞ്ഞാ മതിയല്ലോ. എന്റെ മോന്തയ്ക്ക് പഴയ ഷേപ്പ് തന്നെ ഭീമ. അല്ല ആക്സിഡന്റോട് കൂടി അണ്ണന്റെ മുഖത്തെ വൃത്തിയോട് കുറച്ച് മാറി. അനാവശ്യം പറഞ്ഞു. ഒരാളെ ഇവിടെ സുഖാണോ? നിങ്ങൾക്ക് സുഖാണോ? നിങ്ങളുടെ വണ്ടി ഇടിച്ച സംഭവം പത്രത്തിലുണ്ട്. പിന്നെ വലിയ പോലീസ് ഓഫീസർമാർ ഇവിടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ തരണം. പറഞ്ഞല്ലോ. എന്റെ ഹൃദയം നന്നായിട്ട് പരിശോധിക്കണേ. നല്ലോണം പ്രസ് ചെയ്ത് നോക്കൂ. ഇപ്പൊ മനസ്സിലായോ? ഞങ്ങള് VIPs-ആ അല്ലേന്നാ? ഇപ്പൊ ഈ പാല് കുടിച്ചോ, ഗ്ലൂക്കോസ് ഇട്ടതാ. ഇവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് താമസിക്കാൻ മുറി കിട്ടൂ? നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തും പറഞ്ഞോളൂ, എത്തിക്കാം. വൈകുന്നേരം ആവുമ്പോ ഒരു കുപ്പി മങ്കുർണി കിട്ടുമോ? മങ്കുർണി അല്ല, എല്ലാ വേദനകളും മറക്കാൻ എന്തെങ്കിലും മരുന്ന് കിട്ടാനുള്ള മാർഗമുണ്ടോ? കാശ് എത്ര വേണമെങ്കിലും മുടക്കാം. ഈ ഡോക്ടർ എന്തെടുക്കുക? ഒരു പെഗിലെ അവിടെ ഫിറ്റായി കിടന്ന് ഉറങ്ങാ. യെസ് സ്പീക്കിംഗ്. ഡോക്ടർ എത്തിയോ? ഇല്ല, ഇനിയും വന്നിട്ടില്ല. ഞാൻ കാത്തിരിക്കുക. വന്നാൽ അവിടെ നിൽക്കട്ടെ. ഞാൻ അരമണിക്കൂർ കഴിയും വരാൻ. നാളെ മഹാറാലി നടക്കല്ലേ, ഇത്തിരി തിരക്കില്ല. ഹലോ, SP നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? അതേടാ, ഭ്രാന്ത് പിടിച്ചു. അതിന്റെ മൂർധന്യ ഘട്ടത്തിലാണ് ഞാനിപ്പോ. നീ വിജയല്ല. അതേടാ, താനെന്തായി കാണിക്കുന്നേ? പട്ടു പിടിച്ചോ? ഒറ്റയ്ക്കിരുന്നപ്പോ ബോറടിച്ചു. ചുമ്മാ ടൈം പാസ്. ഓ പിന്നെ, പിസ്റ്റൾ വെച്ചല്ലോ എന്റെ ടൈം പാസ്. എന്റെ ഉന്നം പിഴയ്ക്കുന്നുണ്ടോന്നറിയാൻ ട്രൈ ചെയ്തതാ. പോവാം. ഈയിടെയായിട്ട് നിനക്ക് കുറച്ച് കിറുക്കൻ ചിന്തകൾ കൂടിയിട്ടുണ്ട്. അവര് വന്നില്ലേ? ഇല്ല. അല്ല, വക്കീലിന്റെ വണ്ടി പുറത്ത് എളുപ്പമുണ്ടല്ലോ. അത് പിന്നെ പകല് അവരിവിടെ വന്ന് വണ്ടി ഇട്ടിട്ട് എന്റെ വണ്ടി എടുത്തോണ്ട് പോയി. നിന്റെ വണ്ടി ഉണ്ടല്ലോ അവിടെ. ഓ, നിന്റെ ഒരു പോലീസ് ബുദ്ധി. ഉള്ളതിനെല്ലാം ചോദ്യം, കണ്ടതിനെല്ലാം സംശയം. നീ ആദ്യം ഒരു പെഗ് പിടിപ്പിക്കേ. പെഗോ? പിടിപ്പിക്കാലോ. അതിനു മുമ്പ് ഒന്ന് കുളിക്കണം. നമ്മുടെ ചർച്ച കഴിഞ്ഞ ഉടനെ പോവും. നാളെ ആ പെലിയാടി മക്കളുടെ റാലിയല്ലേ. കുറെ ടിയർ ഗ്യാസും ബോംബും വെടിവെപ്പും ഒക്കെ കാണും. അവരെന്തെങ്കിലും ചെയ്തോട്ടെ, നിങ്ങൾ കണ്ടില്ലെന്ന് അടിക്കണം. അത് പറ്റില്ലല്ലോ. റാലി നടത്തുന്നവർ തന്നെ പറഞ്ഞിരിക്കുക വെടിവെക്കണമെന്ന്. ഒരു പൊളിറ്റിക്കൽ തന്ത്രം. ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ട് വരാം, അപ്പോഴേക്കും അവരെത്തുമല്ലോ.
ഇപ്പൊ പല്ലില്ലാത്ത എല്ല് ഡോക്ടർ എന്ന പേരുദോഷം മാറി. വിജയ്! വിജയ്! വിജയ്, come out here! വിജയ്! വിജയ്! സത്യം പറ, നീ ആരാണ്? യു ആർ നോട്ട് വിജയ്. Where is Vijay? Come on. Come on, come on.
വിജയ് എവിടെയെന്ന് നീ ചോദിച്ചില്ലേ? വിജയ് പോയിടത്തേക്ക് നിന്നെയും അയക്കാം മൈ ഡിയർ ഫ്രണ്ട്. സാർ, ഈ 4 പേരാണ് വിജയുടെ എല്ലാം. ഇവരറിയാതെ വിജയിക്കൊന്നുമില്ല. ഡോക്ടർ, വക്കീൽ, SP രാജൻ, നീന. ഇവരാരാ? ഇത് വിജയുടെ ഉഡ്ബി. കല്യാണം ഉടൻ നടക്കുമെന്നാ. എല്ലാ വിവരങ്ങളും ഈ ഫയലിലുണ്ട്. വിജയ്, എന്താ ഒരു മാറ്റം? കല്യാണക്കാര്യം പറയുമ്പോ ഒരു ഒഴിഞ്ഞു മാറ്റം. വരെ തീരെ സ്മാർട്ട്നെസ് ഇല്ലാത്ത പോലെ. ഏയ്, എന്നോടുള്ള ത്രില്ല് അവസാനിക്കാണോ? അല്ല, നിന്നോടുള്ള കടപ്പാട് ഏറി വരികയാണ്. പിന്നെന്താ ഒരു മൂടിയായി? അറിയില്ല, ഞാൻ നീനയുടെ കൂടെ അമേരിക്കയിലേക്ക് വരാം. നമുക്ക് അവിടെ സെറ്റിൽ ആവാം. ഹേയ്, വാട്ട് ഈസ് ദിസ്? വിജയ്, ഇതെന്തൊരു മാറ്റം! ഞാനാണെങ്കിൽ മാനസികമായി അമേരിക്കയെ ഉപേക്ഷിച്ചു. നീന എനിക്ക് വേണ്ടി ഒന്നും ത്യജിക്കണ്ട. ഞാൻ നിനക്ക് വേണ്ടി എല്ലാം മാറ്റി ചിന്തിക്കാം, പ്രവർത്തിക്കാം. മൈ സ്വീറ്റ് ബോയ്. അതൊക്കെ പിന്നെ. വിജയ് പറയാറുള്ളത് പോലെ ഞാനൊരു ഹൗസ് വൈഫായി, കുടുംബിനിയായി എന്റെ വിജയ്ക്ക് വേണ്ടതെല്ലാം വെച്ച് വിളമ്പാം. ഏയ്, എനിക്ക് വാ, പോയി കുളിക്ക്. ഓക്കേ ഓക്കേ. Excuse me. Yes. Any help? Join with me. Okay, okay. Oh. വിജയ് എന്ന പ്രഭു എന്നെ പിട്ടിയാക്കാൻ ശ്രമിക്കുന്നോ? നീ എന്നെ വെറുതെ അങ്ങ് പറ്റിച്ചു കളഞ്ഞ് എല്ലാം കൂടെ അനുഭവിക്കാൻ നോക്കണ്ട. എവിടെ പോയാലും വെറുതെ വിട്ടിടാ നായിന്റെ മോനെ.
ഇല്ല, എനിക്ക് നിന്നെ കൊല്ലാൻ പറ്റില്ല. ഈ മുഖം അത് പ്ലീസ് നീ കീഴടങ്ങ, അതാ നിനക്ക് നല്ലത്. Ah!